ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു വാക്കായിരിക്കും ഫാറ്റി ലിവർ. പണ്ടൊക്കെ ഇത് പ്രായമായിട്ടുള്ളവരിലും പിന്നെ അതുപോലെ തന്നെ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവരിലൊക്കെയാണ് കണ്ടുവന്നിരുന്നതെങ്കിൽ ഇപ്പം ടീനേജേഴ്സിൽ പോലും ചെറുപ്പക്കാരിൽ പോലും ഈ ഒരു അസുഖം വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. നമ്മൾ ബിഫിറ്റ് സ്ക്വാഡിൽ ഓരോ മന്തും ജോയിൻ ചെയ്യുന്ന ക്ലയൻസിൽ ഒട്ടുമിക്ക പേരും ഈ ഒരു ഫാറ്റി ലിവർ കാരണം ബുദ്ധിമുട്ടുന്നവരാണ്. ഒരു 50 പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 30 പേരും ഫാറ്റി ലിവറുമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണ്. പിന്നെ നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയല്ലേ നാടനല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഒട്ടുമിക്ക എല്ലാ കറികളിലും വെളിച്ചെണ്ണ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരാണ്. അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള ആഹാരമല്ലല്ലോ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം എത്രയും കഴിക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ഈ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മൾ അമിതമായിട്ട് കഴിക്കുന്ന ആഹാരം എപ്പോഴാണ് നമ്മുടെ ലിവറിന് ഒരു വില്ലനായിട്ട് മാറുന്നത് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ ചിന്തിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മിസ് ഔട്ട് ചെയ്യാതെ നിങ്ങൾ കാണാനായിട്ട് നോക്കുക. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ആദ്യം തന്നെ എന്താണ് ഫാറ്റി ലിവർ നമുക്ക് നോക്കാം. ഫാറ്റി ലിവർ ഗ്രേഡ് 1, ഗ്രേഡ് 2 അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരളിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ലിവറിനകത്ത് അമിതമായിട്ട് ഫാറ്റ് അടിഞ്ഞുകൂടുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് ഈ ഒരു ഫാറ്റി ലിവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലർ വിചാരിക്കും ഗ്രേഡ് 1, ഗ്രേഡ് 2 എന്നൊക്കെ പറയുമ്പോൾ ഗ്രേഡ് 1 കുറവാണ്, ഗ്രേഡ് 2 കൂടുതലാണ്. അങ്ങനെയൊന്നുമല്ല. പല പാറ്റേൺസിലായിട്ടാണ് ഈ ഒരു ഫാറ്റ് നമ്മുടെ കരളിൽ അടിഞ്ഞുകൂടുന്നത്. ആ ഒരു പാറ്റേണിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രേഡ് 1, ഗ്രേഡ് 2 എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഗ്രേഡ് 1 എന്ന് പറഞ്ഞാൽ കുറവും 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും അങ്ങനെയൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഫാറ്റി ലിവറുകൾ ഉണ്ട്. ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവർ, നമ്മൾ അമിതമായിട്ട് മദ്യപിക്കുന്നവരിൽ കണ്ടുവരുന്ന ഒരു അവസ്ഥയാണിത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, അതായത് പ്രത്യേകിച്ച് നമ്മൾ മദ്യമോ അല്ലെങ്കിൽ ആൽക്കഹോൾ അടങ്ങിയ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണിത്. ഈ ഒരു നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കാരണമാണ് നമ്മൾ ഒരുപാട് പേര് ഇപ്പൊ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലിവറിന്റെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് ഫ്ലഷ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അമിതമായിട്ടുള്ള ഫാറ്റും കലറീസും ഒക്കെ നമ്മുടെ കരളിനകത്തോട് ചെല്ലും. അത് നമ്മുടെ ലിവറിന് പ്രോപ്പർ ആയിട്ട് പ്രോസസ് ചെയ്യാനും ടോക്സിൻസ് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരാറുണ്ട്. അങ്ങനെയാണ് ഈ അമിതമായിട്ട് ചെല്ലുന്ന കൊഴുപ്പ് അല്ലെങ്കിൽ അമിതമായി ചെല്ലുന്ന ഈ ഒരു ഫാറ്റ് നമ്മുടെ കരളിൽ അടിഞ്ഞുകൂടി അത് പിന്നീട് ഫാറ്റി ലിവർ ആയിട്ട് മാറുന്നത്. വെളിച്ചെണ്ണ എപ്പോഴാണ് വില്ലനാവുന്നത് ഇനി നമുക്ക് നോക്കാം. വെളിച്ചെണ്ണയ്ക്കകത്ത് മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡുകളാണ് അടങ്ങിയിട്ടുള്ളത്. ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ മുലപ്പാലിന് സമാണെന്ന് പോലും നമുക്കറിയാം. പക്ഷെ അമൃതാണെങ്കിൽ നമ്മൾ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് വിഷമായിട്ട് മാറും നിങ്ങൾക്കറിയാം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അമിതമായിട്ട് അല്ലെങ്കിൽ അളവിൽ കവിഞ്ഞ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പടിഞ്ഞു കൂടാനുള്ള ഒരു കാരണമായിട്ടാണ് മാറുന്നത്. നമ്മൾ മലയാളികൾ എല്ലാവരും ഭക്ഷണപ്രിയരാണ്. അപ്പൊ നമ്മുടെ കറികളിലൊക്കെ തന്നെ നമ്മൾ ഈ താളിച്ചൊഴിക്കുക, തേങ്ങ അരച്ചിട്ടുള്ള കറികൾ, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ടിപ്പിക്കൽ കറി എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് എന്തായാലും കോക്കനട്ട് എന്ന് പറയുന്ന ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. തേങ്ങ അരച്ചിട്ടുള്ള കറികൾ, തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറി, തേങ്ങ അരച്ചിട്ടുള്ള വെജിറ്റബിൾ കറികളൊക്കെയാണ് നമ്മൾ കഴിക്കാറ്. ഇതിന്റെ കൂടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ, താളിച്ചൊഴിക്കുക. അതായത് തട്ക ആഡ് ചെയ്യുന്നതും കൂടുതൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ കൂടുതൽ കൊഴുപ്പ് നമ്മുടെ ആ കറികളിലേക്ക് എത്തുകയാണ്. ഇത് ആ ഒരു പെർട്ടിക്കുലർ ഡിഷിന്റെ ഓവറോൾ കലോറിയാണ് ഒറ്റയടിക്ക് ഇൻക്രീസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു പ്ലെയിൻ ദാൽ കറി കഴിക്കുകയാണെന്ന് വിചാരിക്കുക, അതായത് കോക്കനട്ടോ അല്ലെങ്കിൽ തട്ടിയോ ഒന്നും ആഡ് ചെയ്യാതെ നമ്മൾ ജസ്റ്റ് ഒരു ദാൽ കറി കഴിക്കുകയാണെങ്കിലുള്ള കലോറീസും അതേസമയം ഈ ഒരു ദാൽ കറിക്കകത്ത് നമ്മൾ കോക്കനട്ട് അതിന്റെ കൂടെ തട്ടിയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള കലോറീസും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ ഒരു വെളിച്ചെണ്ണയുടെ ഓവർ യൂസ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽസിന്റെ ഓവർ യൂസ് നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് കൊഴുപ്പെത്താനും അത് നമ്മുടെ ലിവറിൽ അടിഞ്ഞുകൂടാനും ഒരു വലിയൊരു റീസൺ ആണ്. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പം പലരും അത് അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവും. ഉയർന്ന അളവിൽ നമ്മൾ വീണ്ടും വെളിച്ചെണ്ണ ചൂടാക്കുന്നത്. നമ്മളൊക്കെ പണ്ട് ഒരു 10 years ബാക്ക് വരെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരിക്കും ഇത്. നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ബാക്കി വന്ന വെളിച്ചെണ്ണ നമ്മൾ എടുത്തു വെക്കും. വീണ്ടും എന്തെങ്കിലും കാര്യങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളത് യൂസ് ചെയ്യും. നമ്മൾ ഉപയോഗിച്ച എണ്ണ തന്നെ വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ട്രാൻസ് ഫാറ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇത് ലിവറിന് വളരെയധികം ദോഷകരമാണ്. പക്ഷെ ഇതിപ്പോൾ ഒരുപാട് പേർക്ക് അറിയാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പലരും ഈ ഒരു കാര്യം ചെയ്യാറില്ല. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഈ അമിതമായിട്ടുള്ള കൊഴുപ്പടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കാർബോഹൈഡ്രേറ്റുമായിട്ടും കൂടി മിക്സ് ചെയ്യുന്നു. അതായത് നമ്മൾ കഴിക്കുന്ന ചോറ്, പുട്ട്, ചപ്പാത്തി, അപ്പം, ഇഡ്ഡലി, ദോശ, ഇതിനൊപ്പം തന്നെ നമ്മൾ ഭയങ്കര ഹൈ കലോറി ആയിട്ടുള്ള ഹൈ ഫാറ്റ് അടങ്ങിയിട്ടുള്ള കറികൾ കൂട്ടി കഴിക്കുന്നതും ഫാറ്റി ലിവറിന് വലിയൊരു കാരണമാണ്. മലയാളികളുടെ ഭക്ഷണ രീതിയും ഫാറ്റി ലിവറും തമ്മിൽ വലിയൊരു കണക്ഷൻ ഉണ്ട്. നമ്മളൊരു ടിപ്പിക്കൽ ഒരു ഡേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ കഴിക്കുന്ന തോരനാവട്ടെ, നമ്മൾ കഴിക്കുന്ന അവിയലാവട്ടെ, നമ്മൾ കഴിക്കുന്ന മീൻ കറി, ബാക്കിയുള്ള കറികളൊക്കെ ആയിട്ട് അതിനകത്ത് തേങ്ങ വറുത്തരച്ചും തേങ്ങ വറുത്തരയ്ക്കാതെയും താളിച്ച് ചേർത്തും ഒക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പലഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ടും ഒരുപാട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. വൈകുന്നേരം നമ്മൾ ചായയുടെ ഒപ്പം കഴിക്കുന്ന പഴംപൊരി ആവട്ടെ, പരിപ്പ് വടയാവട്ടെ, വടയാവട്ടെ, നമ്മൾ കാർബോഹൈഡ്രേറ്റും അതിന്റെ കൂടെ എക്സസീവ് ആയിട്ടുള്ള ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഇതിൽ വലിയ തെറ്റൊന്നുമില്ല. നമ്മളിപ്പം ഇങ്ങനെയുള്ള ആഹാര രീതിയൊക്കെ നമ്മൾ പണ്ട് മുതലേ ചിലപ്പോൾ ഫോളോ ചെയ്ത് വന്നതായിരിക്കും. പക്ഷെ നമുക്ക് ഇഷ്യൂ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ അനക്കമില്ലാത്ത ജീവിത രീതിയാണ്. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പൊ അങ്ങനെയാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റി ലെവലല്ല നമുക്കിപ്പോൾ ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മുടെ ബോഡിയിൽ എത്തുന്ന ഈ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അമിതമായിട്ടുള്ള കൊഴുപ്പുണ്ടല്ലോ, അത് നമ്മുടെ ലിവറിൽ ഇങ്ങനെ അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. പയ്യെ പയ്യെ അത് ഫാറ്റി ലിവർ ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഇനി ഫാറ്റി ലിവറെ തടയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം അളവ് കുറയ്ക്കുക. നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടെന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ മുലപ്പാലിന് സമമാണ്. അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കറികളിലും നമ്മളെ തോരലിലും അവിയലിലും ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ അതിന്റെ അളവ് നിങ്ങൾ കുറയ്ക്കുക. നിങ്ങളിപ്പം 1 ടീസ്പൂൺ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, 1 ടീസ്പൂൺ എടുക്കുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ ആയിട്ട് അത് കുറയ്ക്കുക. കഴിയുന്നതും ഈ താളിച്ചൊഴിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ അതിന്റെ ടേസ്റ്റിനെ ബാധിക്കുമായിരിക്കും. പക്ഷെ എന്നാൽ നമ്മുടെ ഹെൽത്തിന് പ്രിയോറിറ്റി കൊടുക്കുന്ന സമയത്ത് ഈ താളിച്ചൊഴിക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ കുറച്ച് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് മാറ്റി പിടിക്കാനായിട്ട് നോക്കുക. അല്ലാതെ തന്നെ കറികൾക്ക് തനതായിട്ടുള്ള രുചി ഉണ്ടാവും. അത് ആസ്വദിച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഈ തേങ്ങ അരച്ച് ചേർത്ത് ഉപയോഗിക്കുന്ന കറികൾ, അല്ലെങ്കിൽ തേങ്ങ വറുത്തരച്ച് ഉപയോഗിക്കുന്ന കറികളിലൊക്കെ ഓൾറെഡി കൊഴുപ്പ് ആവശ്യത്തിനുണ്ട്. അതിന്റെ കൂടെയാണ് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണ താളിച്ചൊഴിക്കുന്നത്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. അപ്പൊ അത് കഴിയുന്നത് നിങ്ങളൊന്ന് കുറയ്ക്കാൻ നോക്കുക. പിന്നെ ഒരു എണ്ണയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ എണ്ണകൾ മാറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒലീവ് ഓയിൽ യൂസ് ചെയ്യാം, ഇടയ്ക്ക് നല്ലെണ്ണ യൂസ് ചെയ്യാം, വീണ്ടും വെളിച്ചെണ്ണയിലോട്ട് തന്നെ വരാം. അങ്ങനെ ഡിഫറെന്റ് ഓയിൽസ് നിങ്ങൾ മാറ്റി ഉപയോഗിച്ച് നോക്കുക. മൂന്നാമത്തെ കാര്യം, നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതായത് പഴങ്ങള്, പച്ചക്കറികള്, ധാന്യങ്ങള്, ഇലക്കറികള് ഇവയൊക്കെ തന്നെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഫൈബർ നമ്മുടെ ശരീരത്തിൽ എത്തുന്നതും ഫാറ്റി ലിവർ കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. നാലാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ദിവസം 30 മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യാനായിട്ട് നോക്കുക. ലിവറിലെ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് നടത്തം നല്ലൊരു എക്സസൈസ് ആണ്. ദിവസം ഒരു 30 മിനിറ്റ് എങ്കിലും നടക്കാനായിട്ട് നോക്കുക. അതല്ലെങ്കിൽ സ്ട്രെങ്ത് ബേസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ടുകൾ, യോഗ, കാർഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ 30 മിനിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഫാറ്റി ലിവർ ഉണ്ടാവുന്നതിന്റെ ഒരു റീസൺ നമ്മുടെ ഭക്ഷണക്രമങ്ങൾ തന്നെയാണ്, ഭക്ഷണശീലങ്ങൾ തന്നെയാണ്. വെളിച്ചെണ്ണ ഒരിക്കലും ഒരു മോശക്കാരനോ അല്ലെങ്കിൽ വില്ലനോ ഒന്നല്ല. പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കുന്ന രീതിയാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ലിവർ എപ്പോഴും ആരോഗ്യത്തോടെ നിൽക്കുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.